കോൺഗ്രസ് പ്രവർത്തകന്റെ കാറിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഗുരുവായൂർ നഗരസഭ 43-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനം നടത്തി. നഗരസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CPIM പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നതിൻ്റെ വിരോധത്താലാണ് കാറിനു നേരെ ആക്രമണം നടന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തരുതെന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത മണ്ഡലം പ്രസിഡന്റ് ആൻഡോ തോമസ് ആവശ്യപ്പെട്ടു. അവരുടെ കാറിന് നേരെയുണ്ടായ ആക്രമണത്തിലും ഇതേ പ്രതികൾ തന്നെയാണ് ഇതിന്റെ കുറ്റക്കാരെന്ന് കോൺഗ്രസ് ആരോപിക്കുകയാണ്. ഇവിടുത്തെ CPM-കാരോട് പറയുകയാണ്, ഒരു അക്രമം രാഷ്ട്രീയം നിങ്ങൾ അഴിച്ചുവിട്ടാൽ അത് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നേരത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ വലിയ വലിയ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടുത്തെ അക്രമത്തെ തടയിടാൻ കൽപ്പുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഞങ്ങൾക്കൊപ്പമുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വീടിന് നേരെ അതുപോലെ തന്നെ സജിയുടെ കാറിന് നേരെ അക്രമം അഴിച്ചുവിടാൻ രാത്രിയുടെ മറവ് വേണ്ടി വന്നെങ്കിൽ ഒരു കാര്യം പറയാം, ഇവിടുത്തെ പോലീസുകാരോട് ഉൾപ്പെടെ ഞങ്ങൾക്ക് പോലീസല്ല പട്ടാളം വന്നാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിചാരിച്ചാൽ പട്ടാപ്പകൽ നിങ്ങളെ വീടിന് നേരെ ഞങ്ങൾക്ക് കഴിയുന്ന ഈ പ്രവർത്തകരുണ്ട്. പക്ഷെ ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നേതാക്കളായ സാബു ചൊവ്വല്ലൂർ, CR ലാസർകുട്ടി, ബഷീർ പൂക്കോട്, PK മോഹനൻ, TA ഷാജി, C ശ്രീനിവാസൻ, പ്രസീത മുരളീധരൻ എന്നിവർ സംസാരിച്ചു. PG ഷാജി, AV ദിലീപ്, NH ഷാനിർ, V മഹേന്ദ്രൻ, PD ജോസഫ്, CS ബിൻസാർ എന്നിവർ നേതൃത്വം നൽകി.